أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സഹോദരങ്ങളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 65ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. നമ്മുടെ പരീക്ഷാ ടൈമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഫീസ് എല്ലാവരും അടച്ചു, പരീക്ഷയ്ക്ക് റെഡിയായിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് വരുന്ന 18-ാം തീയതി നമ്മുടെ മോഡൽ എക്സാമാണ്. എല്ലാവരും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു രൂപം അതിൽ കാണും. അത് ഇഷ്ടംപോലെ സമയം, കുറേ സമയം ഉണ്ടാവും. അത് നിങ്ങൾക്ക് 1, 2, 3 തവണയൊക്കെ അത് വീണ്ടും വീണ്ടും ചെയ്ത് പരീക്ഷ എഴുതേണ്ട രൂപം നിങ്ങൾക്ക് പരിശീലിക്കാം. ഇൻഷാ അള്ളാഹ് 25-ാം തീയതി നടക്കുന്ന ചെറിയ ആ ടെസ്റ്റിൽ എല്ലാവരും കൂടണം, സംബന്ധിക്കണം. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഖുർആനിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇന്ന് പുതിയൊരു സൂറത്ത് തുടങ്ങുകയാണ്. സൂറത്തുൽ അഅറാഫ്. അഅറാഫ് സൂറത്താണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം, തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം صاد. كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين. اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون. وكم من قرية أهلكناها فجاءها بأسنا بياتا أو هم قائلون. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. فلنسألن الذين أرسل إليهم ولنسألن المرسلين. فلنقصن عليهم بعلم وما كنا غائبين. സൂറത്തുൽ അഅറാഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സ്വാദ്. നോക്കിയേ, കാഴ്ചയിൽ ഇത് 4 അക്ഷരാണ്. അലിഫ്, ലാം, മീം, സാദ്.
പക്ഷേ നമ്മൾ വായിക്കുന്നത് എത്ര അക്ഷരം ഉണ്ടെന്ന് അറിയോ നിങ്ങൾ? അലിഫ് ലാം മീം സ്വാദ് 12 ഇത്ര അക്ഷരങ്ങളെ. ഇതിൽ അലിഫ് ഓക്കെ, ലാം എന്നതിലും മീം എന്നതിലും സ്വാദ് എന്നതിലും മദ്ദുൽ ലാസിമുണ്ട്. 3 അലിഫ്, അതായത് 6 ഹർക്കത്ത് നീളണം. എല്ലാം ഒരേ അളവായിരിക്കണം. അതോടുകൂടി ലാം എന്ന മീമിനെ മീം എന്ന മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. മീം എന്ന സുക്കൂനുള്ള മീമിന് ശേഷം സ്വാദ് വന്നതുകൊണ്ട് ഇൽഹാറും ചെയ്യണം. അല്ലാഹ്, അപ്പം എത്ര ഇതിങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? കുറേ ആളുകളുടെ ഒത്തു നോക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം സ്വാദ് കിതാബുൻ ഉൻസില ഇലൈക എന്ന് പറഞ്ഞ് അലിഫ് ലാം മീം സ്വാദ് പാടില്ല. അലിഫ് ലാം മീം സ്വാദ് അങ്ങനെ തന്നെ ആവണം. അർജൻറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ. അല്ലാഹ്, എത്ര സമയമാണ് ലാഭിക്കുക? 1 മിനിറ്റ് അല്ലേ? എന്ത് കാര്യം അതുകൊണ്ട് എത്ര തെറ്റുകൾ നമ്മൾ ഓതിപ്പോകുന്നു. മറിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ഒരല്പം സ്ലോ സാവധാനത്തിലായിരുന്നെങ്കിൽ എത്രയെല്ലാം പ്രതിഫലം നമുക്ക് കിട്ടുമായിരുന്നു. അലിഫ് ലാം മീം സ്വാദ് അല്ലാഹ് പാടില്ലേ? കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സ്വദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. കിതാബുൻ ഉൻസില ഇലൈക, കിതാബുൻ ഉൻസില, നുൻസില നുൻസില നോ, കിതാബുൻ ഉൻസില നോ, കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സ്വദ്രിക ഹറജ്. അവിടെ ഹറജാണ് കേട്ടോ, ഖറജല്ലേ. ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. പിന്നെയോ അത്തബിയണോ? അല്ല, ഇത്തബിഉ. എന്തുകൊണ്ട് എന്ന് നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ വലാ തത്തബിഉ വലാ തത്തബിഉ തത്ത നോ, വലാ തത്തബിഉ എന്നാൽ ഒച്ച ആകും വേണ്ട. ഖലീലം മാ തദക്കറൂൻ. ഖലീലം മാ മറന്നോ? 5 നിയമങ്ങൾ, നൂനിൻ ഹുക്കുമുകൾ 5ആണ്. തൻവീനിനും ഈ വിധിയാണ്. ഇൽഹാറും ഇദ്ഗാമുകളും ഇഖ്ലാബും ഇഖ്ഫ ഇവയാണ് നമ്മൾ പഠിച്ചവയാണ്. وكم من قرية أهلكناها فجاءها بأسنا بياتا. okay? وكم من قرية أهلكناها فجاءها بأسنا بياتا أو هم قائلون. ليه؟ فما كان دعواهم إذ جاءهم بأسنا فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. ശദ്ദുള്ള നൂനുകൾ ധാരാളം, ഇഖ്ഫാഉകൾ. فلنسألن الذين أرسل إليهم ولنسألن المرسلين. എങ്ങനെ? فلنسألن الذين أرسل إليهم ولنسألن المرسلين. കുറേ ഉണ്ടല്ലേ, ശബ്ദുള്ള നൂനുകളും എല്ലാ ആയത്തിലുണ്ടല്ലേ. فلنقصن عليهم بعلم ليه وما كنا غائبين والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون. اللهم اجعلنا من المفلحين. ومن خفت موازينه فأولئك الذين خسروا أنفسهم
فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. ഓക്കെ, والوزن يومئذ الحق والوزن يومئذ الحق. അറിയാലോ يومئذ الحق എന്ന് ഓതേണ്ടത് അല്ലേ? فمن ثقلت موازينه فأولئك هم المفلحون. ഒരു സൽക്കർമ്മം കൊണ്ട് ഒരു അല്പം വെയിറ്റ് തൂങ്ങിയ ആൾ, ഭാരം തൂങ്ങിയ ആൾ, സൽക്കർമ്മമായാണ് അയാൾക്ക് കൂടുതലുള്ളത്, അല്പം. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, സ്വർഗത്തിലെത്തുക അവരാ. എന്നാലോ വമൻ ഖഫത് മവാസീനുഹു, തിരിച്ചാണെങ്കിലോ ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. നേരെ തിരിച്ചു ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون. പിന്നെ ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لا ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. باقي قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين قال أنظرني إلى يوم يبعثون قال إنك من المنظرين قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. എന്താണ് ഈ സംഭവം പറയുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇബ്ലീസ് സുജൂദ് എന്നൊക്കെ കേട്ടപ്പോൾ അല്ലേ കുറേ ആളുകൾക്ക് മനസ്സിലായി. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ആരോട്? എല്ലാവരോടും. എന്തിന്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദം നബി അലൈഹിസ്സലാം അള്ളാഹു ആയതുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ പടപ്പാണ്, സൃഷ്ടിയാണ്. പക്ഷേ നിർദ്ദേശം അള്ളാഹുവിൻ്റെതാണ് അല്ലേ? അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് അനുസരിക്കുക എന്നുള്ളതാണ് അവിടെ ഉള്ളത്. സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താ ഇബ്ലീസ് പറഞ്ഞത്? അന ഖൈറും മിൻഹു, അയ്യേ ഞാനല്ലേ ഉഷാർ എന്നാ. എന്താണ് ആ തോന്നൽ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാനാണ് മറ്റേ അവനേക്കാൾ അല്ലെങ്കിൽ അവരെക്കാൾ സൂപ്പർ, ഉഷാർ എന്ന ആ ചിന്ത ഉണ്ടല്ലോ, അത് മനസ്സിൽ വന്നതോടുകൂടി, കിബർ വന്നതോടുകൂടി കഴിഞ്ഞു കഥ.
സുബ്ഹാനല്ലാഹ്. അല്ലാഹ് അവൻ പറഞ്ഞ എന്താ? ഖലഖതനി മിൻ നാർ, എന്നെ നീ തീ കൊണ്ട് പ്രകാശം കൊണ്ടാണ് പഠിച്ചത്. വ ഖലഖതഹു മിൻ തീൻ, നീ ആദമിനെ പഠിച്ചത് മണ്ണുകൊണ്ടാണ്. ലൈറ്റും മണ്ണും, തീയും മണ്ണും പ്രകാശവും ഏതാ സൂപ്പർ? പ്രകാശവും തീയും അല്ലേ? മണ്ണാണോ? അതുകൊണ്ട് എന്നെ നീ അങ്ങനെയാണല്ലോ പഠിച്ചത്, അതുകൊണ്ട് ഞാനാണ് ഉഷാറ്. ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രമൊന്നും അല്ല എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്നു എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രതികരിക്കുകയും ചെയ്തു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുമോ? പെടൂല, ഒരിക്കലും പെടൂല. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു, വയാടിയായവൻ. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഖാൽ, അള്ളാഹു പറഞ്ഞു, ഫഹ്ബിതു മിൻഹാ, പോടോ ഗെറ്റ് ഔട്ട്, അല്ലേ, പുറത്തു പോ, ഇവിടെ നിനക്ക് ഇനി സ്ഥാനമില്ല. ഫമാ യകൂനു ലക അൻ തതകബ്ബർ, കിബ്രി, അത് ശരിയായില്ല, കിബ്രി കാണിച്ച ശരിയായില്ല കേട്ടാ. ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ, പോ, നീ വലിയ ആളായിട്ട് അഭിനയിച്ചല്ലോ, നീ വളരെ ചെറിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചെറുതാക്കി വിട്ടു, അല്ലേ? അപ്പോൾ നമുക്കതൊന്നും ഉണ്ടാവാൻ പാടില്ല. പുറമേക്ക് ഇങ്ങനെ കാണുമ്പോൾ പറയുമ്പോൾ ഓ സംഭവമാണ്, ഞാനതാണ് ഇതാണ് എന്നൊക്കെ അങ്ങനെ അപ്പോൾ നമ്മളതിനനുസരിച്ച് ഇങ്ങനെ വണ്ണം കൂടുകയും ചെയ്താൽ കഴിഞ്ഞു. അല്ല, നമ്മളെക്കാളൊക്കെ എത്രയോ എല്ലാ നിലക്കും സൂപ്പറായ ആളുകൾ നമ്മുടെ കൂടെണ്ടേ, ഒപ്പമുണ്ടേ. ആ ചിന്ത നമുക്ക് വേണം. നമ്മൾ നല്ല പഠിപ്പിസ്റ്റാണ്, നമ്മളെക്കാൾ വലിയ പഠിപ്പിസ്റ്റ് അപ്പുറത്തുണ്ട്. നമ്മൾ പഠിക്കണ്ട എന്നല്ല, നമ്മൾ ഉയരണം, വളരണം, അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. പക്ഷേ ആ ചിന്ത, മറ്റേ ചിന്ത ഉണ്ടല്ലോ, അത് മനസ്സിൽ വന്നതോടുകൂടി കഴിഞ്ഞു. അതുണ്ടാവാൻ പാടില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ചെറുതായി ഒന്നും ചെയ്യാതെ, ഒരു പണിയും ചെയ്യാതെ ഉയരാനുള്ള, വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് പോണതാ? നോനോ, അങ്ങനെ അത് മനസ്സിലാക്കൂലല്ലോ. അതുകൊണ്ട് നീ വളരെ മോശമായിപ്പോയി. ഇബ്ലീസിനോട് അല്ലാഹു ഖാല അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, അവൻ ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യം അതാ. ഓക്കെ, പെട്ടെന്ന് പഠിച്ചോനെ ഈ എന്നെ മരിപ്പിക്കരുതിട്ടാ, എനിക്ക് സാവകാശം തരണം, സമയം തരണം, ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹമാണെങ്കിൽ. അങ്ങനെ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പോലും, അല്ലേ, ഇന്നക മിനൽ മുൻദരീൻ. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹ് ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ നമുക്കെല്ലാ സമയത്തും ഉണ്ടാവണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഒക്കെ ദുആ ചെയ്യുന്നത്, പറയുന്നത്, ഓതുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഖാല ഉഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, ചേർത്ത് ഓതുമ്പോൾ ഖാല ഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, പോടോ, വളരെ നിന്ദ്യനായി, നിസ്സാരനായി പോ. ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, ഈയും എൻ്റെ ടീമും ആയിരിക്കും നരകത്തിൽ ഫുള്ളുണ്ടാവുക. നീയും നിൻ്റെ ടീമും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബാക്കി ويا آدم اسكن أنت وزوجك الجنة فكلا من حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة
وَنَادَاهُمَا رَبُّهُمَا أَلَمْ أَنْهَكُمَا عَنْ تِلْكُمَا الشَّجَرَةِ وَأَقُلْ لَكُمَا إِنَّ الشَّيْطَانَ لَكُمَا عَدُوٌّ مُبِينٌ. ഇനി പറയുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രമാണ്. സ്വർഗത്തിൽ അവരെ പടയ്ക്കുന്നു, അവരെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായി പാർപ്പിക്കുന്നു. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എങ്ങോട്ടാണ് പഠിച്ചത് നോക്കി. സ്വർഗത്തിൽ വെച്ച് പടച്ചു. സ്വർഗത്തിൽ താമസിപ്പിക്കാനാണോ? അല്ല. പിന്നെയോ ഭൂമിയിൽ താമസിപ്പിക്കാനാണ്. സ്വർഗത്തിൽ നിന്ന് പടച്ചു, ഭൂമിയിൽ ആണ് ഇവർക്ക് ഇടമുള്ളത്. ആദം അലൈഹിസ്സലാമിനും ഹവ്വാ ബീവിക്കും അവരുടെ മക്കളാകുന്ന നമുക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത് പടച്ചതാണ്. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് പടയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഭൂമിയിലേക്ക് ഇറക്കാൻ ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ചു. ആ കാരണം സംഭവിച്ചു. ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇറക്കി. ഇനി ഇപ്പം നമ്മളൊക്കെ ഭൂമിയിലുണ്ട്. ഇനി നമ്മൾ ആ സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലണം അല്ലേ? അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ ഇവിടുന്ന് റെഡിയാക്കണം, തയ്യാറാക്കണം. അതാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത്. അതാ നോക്കിയേ. വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബ ഹാദിഹി الشجറ ഫതകൂനാ മിനൽ ളാലിമീൻ ഫവസ്വസ ലഹുമ الشൈത്താനു. ശരിക്കും ശ്രദ്ധിക്കണേ. ഫവസ്വസ എങ്ങനെ? ഫവസ്വസ അല്ല, പിന്നെയോ ഫവസ്വസ ലഹുമ الشൈത്താന ലിയുബ്ദിയ ലഹുമാ മാ ഊരിയ എന്ന് എഴുതി നോക്കി എല്ലാവരും. ഒരു വലിയ വാ, ഒരു കുഞ്ഞി വാ അല്ലേ? മാ ഊരിയ അൻഹുമാ മിൻ സൗആതിഹിമാ وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. ശ്രദ്ധിക്കണേ ബാക്കി. قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين قال فيها تحيون وفيها تموتون ومنها تخرجون يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായൊരു ദുആ ആണിത്. എന്ത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദുആ ചെയ്യണം കേട്ടോ, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്. ഖാല ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ عدو عدو ولكم في الأرض مستقر ومتاع إلى حين. أديله قال فيها تحيون وفيها تموتون ومنها تخرجون. هذا اللي بيتشنوها. قال فيها إلا نوكي قال فيها تحيون وفيها تموتون ومنها تخرجون.
يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا എൻ്റെ കൂടെ ഒന്നുകൂടെ يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ബാക്കി കൂടെ കേട്ടോ എൻ്റെ കൂടെ തന്നെ ولباس التقوى ذلك خير. ഓക്കെ, ഖൈർ എന്ന് റാഇനെ നിർപ്പിച്ച് പറയണം. കാരണങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഖൈർ അല്ല ഖൈർ. ذلك من آيات الله لعلهم يذكرون. ബാക്കി നോക്കിയേ. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. أوكي. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما عند عين لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون قل أمر ربي بالقسط. يعني قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون فريقا هدى وفريقا حق عليهم الضلالة. أوكي. فريقا هدى وفريقا حق عليهم الضلالة إنهم اتخذوا الشياطين أولياء من دون الله. يعني إنهم اتخذوا الشياطين أولياء من دون الله ويحسبون أنهم مهتدون. صدق الله العظيم. അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ നിൻ്റെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾ
ഓതി ഞങ്ങളതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള കാരണമായി കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ മാനസികമായ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള ഒരു പരിഹാരമാക്കണേ അല്ലാ. ഞങ്ങളെ ശാരീരികമായ അസുഖങ്ങളൊക്കെ മാറി ഞങ്ങൾക്കെല്ലാവർക്കും ശിഫ ലഭിക്കാനുള്ള ഒരു നിമിത്തമാക്കണേ അല്ലാ. ഞങ്ങളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി ഞങ്ങൾക്കൊക്കെ നല്ല ഗിനയും റഹ്മത്തും ചൊരിയാനുള്ള കാരണമാക്കണേ അല്ലാ. എല്ലാ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ടും ഐനിങ്ങളെ ഐനിനെ തൊട്ടും ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ ഫിത്നയും ഫസാദും ബലാവും ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ കഷ്ടപ്പാടുകൾ ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഞങ്ങളെല്ലാവരെയും തദ്രീബ് കുടുംബത്തിലെല്ലാവരെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ നിൻ്റെ വിശാലമായ റഹ്മത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്, അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഇടം നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام